ഐ എം സോറി. എന്ത് ശരിക്കും ചേട്ടാ ക്ഷമിച്ചോ? സോറി പറഞ്ഞില്ലേ, ചെവി കേട്ടൂടെ? അല്ല, ഞങ്ങൾ ഇന്നലെ തൊട്ട് നിന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ റവടി കൊച്ചി വന്ന് പറഞ്ഞപ്പോ തന്നെ അവള് പറഞ്ഞിട്ടൊന്നല്ല ഞാൻ ക്ഷമിച്ചത്. ആക്ച്വലി ഞാൻ ഇന്നലെ തന്നെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. ഓ, സമാധാനായല്ലോ, ഇനി ഞാൻ ഇറങ്ങുവാ. റവടി കൊച്ചി ഒരു മിനിറ്റ്, വന്നേ. എന്താ ചേട്ടാ? ആരതിയോട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. ചേട്ടാ, ഇനി റവടി കൊച്ചി ഇവിടെ ഉള്ളോണ്ടാണോ ചേട്ടൻ കാമായ പോലെ അഭിനയിച്ചത്, അതോ ശരിക്കും കാമാണോ? നീയും എന്നെ കൺവിൻസ് ചെയ്യാൻ തന്നെ വന്നതല്ലേ, വലിയ പോസ് വേണ്ട, വാ. ചേട്ടാ വീണ്ടും ഇങ്ങനൊന്നും ചെയ്യല്ലേ. വിക്രാന്തിന്റെ കല്യാണം അടുത്തോണ്ടിരിക്കുക, നമുക്കിനി തീരെ സമയമില്ല. കമോൺ, ഷിയർ അപ്പ്. മെസ്സേജ് ഒന്നല്ലോ, ആരതിയുടെ ആയിരിക്കും. ഛേ, എപ്പോഴും കമ്പനിയുടെ മെസ്സേജ്. എപ്പോ നോക്കിയാലും ആരതി. ഞാൻ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും. ചേട്ടനെ പോലൊന്നും അല്ല. എന്താടാ? ചേട്ടനെ പോലൊന്നും അല്ലെന്നാ പറഞ്ഞേ. എടാ, എന്താ പറഞ്ഞേ? വിക്കി ചേട്ടാ, ഞാനും വരുന്നു. വിക്കി ചേട്ടാ, റവടി കൊച്ചേ, നീ വീട്ടിൽ പോയില്ലേ? ഇല്ല ചേട്ടാ, അമ്മ റൊട്ടി കൊടുത്തയച്ചിട്ടുണ്ട്. അതിന്റെ പാത്രം എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. നാളെ ഞാൻ ലീവാ. ഒടുക്കം പാത്രം എവിടെയാണെന്നുള്ള കാര്യം അമ്മ എങ്ങാനും അറിഞ്ഞ എന്റെ കാര്യം തീർന്നു, അതറിയാലോ. റൗഡി കൊച്ചു അമ്മയെ എത്രത്തോളം പേടിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയൊരു പാവല്ലേ, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ? ഒന്ന് ചുമ്മാ ഇരിക്കും ചേട്ടാ. നിങ്ങൾക്ക് എന്തറിയാം പ്രേമയെ പറ്റി? നമ്മുടെ ആരതി കാറ്ററിംഗ് സർവീസിന്റെ MD എന്ന് വെച്ചാൽ എന്താ തമാശയാണോ? ഞാനെങ്ങാനും എക്സാമില് ഫെയിലായ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എങ്ങാനും ഒരു 50 രൂപ എടുത്താ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതെല്ലാം പോട്ടെ, എന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തിയ അവരെ ഇടിച്ച് ഒരു പരുവാക്കി ഇടിച്ച് ചമ്മന്തിയാക്കി സോറി അമ്മ എന്ന് പറഞ്ഞ് പോട്ടെ വിട്ടേക്ക്, ഇനിയൊന്നും വേണ്ട, നമുക്ക് കൂളായിട്ടൊക്കെ പറയും. പക്ഷെ കൊണ്ടുപോയ പാത്രം തിരിച്ചു കൊണ്ടുവരാനെങ്ങാനും മറന്നുപോയ അമ്മ എന്നെ ഓടിച്ചിട്ടടിക്കും. അവസാനം ഭദ്രകാളിയായിട്ട് വലിച്ചു കീറി വീടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടും. നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ പൂമാല ഇടില്ലേ, അത്രയ്ക്ക് ടെറർ ലേഡി അവര്. ആണോ? ക്യാരക്ടറിൽ ഇത്രയും വെറൈറ്റി ഉണ്ടോ? പിന്നല്ലാതെ, നിങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായിട്ട് വരുമല്ലേ, കുറച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതിനേക്കാളും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇനി ജീവിതത്തിൽ വരാനില്ലെന്ന്. ഹൊറർ മൂവി ട്രെയിലർ കണ്ടതുപോലെ നീ പറഞ്ഞ ട്രെയിലറിൽ കാണിക്കുന്നത് പോലെ ഉണ്ടാവില്ലായിരിക്കും. അത് ശരി, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ചേട്ടനും ആദ്യം കൂടെ പുറത്തേക്ക് പോയി. എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്, അത് തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ തന്നെ കയറി പോകാനും പറഞ്ഞു. നിങ്ങൾക്കും ജോലിയുണ്ടോ? പ്രമിയേക്കാളും കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാ അത് നിങ്ങളാ. നിങ്ങൾ പെൺകുട്ടികൾ ചിലപ്പോ താഴ്ത്ത് കാണാ പൊക്ക് കാണാന്നൊന്നും മനസ്സിലാവില്ല. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാതിരിക്കുന്നതാ നല്ലത്. ശരി, വാ പോകാം. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെന്നാ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? സേവയുടെ കാര്യം നടക്കുന്നതിനോടൊപ്പം സ്വന്തം കാര്യം കൂടെ നടക്കുന്ന എന്റെ പ്രമാണം. അനിയത്തിയെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോ ചേച്ചിയെ കാണാനുള്ള ചാൻസസ് ഒരുപാടില്ലേ, അതാ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം പെൺകാലം കൊണ്ട് തട്ടിക്കളയല്ലേ. ശരി, നടക്ക്. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ഗേൾ. വാ. വീട്ടിലാരെങ്കിലും കാണുന്നതിന് മുന്നേ എസ്കേപ്പ് ആയേ പറ്റൂ. പ്രേമിയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീടിന്റെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. ഇത് കല്യാണ വീടാണ്, ഇവിടെ 1000 ജോലി ഉള്ളപ്പോഴാണോ നിനക്ക് ജിമ്മിൽ പോകണ്ടേന്ന് ചോദിച്ച് വലിയ പ്രശ്നമാക്കും.
റാണി, ഇന്ന് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരേ ഒരു കിക്കിൽ സ്റ്റാർട്ട് ആയിക്കോണം. അതെ, ഈ സമയത്ത് വണ്ടി എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നേ? അല്ല, നിങ്ങളുടെ ഡ്രസ്സും കുറച്ച് ഡിഫറെന്റ് ആണല്ലോ കാണാൻ. സാക്ഷി പറയാനായിട്ട് ഒരാളും കൂടെ ആയല്ലോ. ഞാൻ ചുമ്മാ ചോദിച്ചതാ, ആരോടും പറയില്ല. ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിങ്ങൾ ഈ സമയത്ത് ഒരിടത്തും പോകാറില്ലല്ലോ, അതാ. അത് ഞാൻ ജിമ്മിലേക്ക് പോവായിരുന്നു. അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ വയറ് നിറയാൻ ഭാഗത്തിന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ പോകുന്നേ. അത് ശരി. അല്ല, ഇപ്പൊ നിങ്ങളുടെ റാണി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, കരുനാക്ക് വളയ്ക്കല്ലേ. അവൾ അല്ലെങ്കിൽ തന്നെ പെശക. ഇതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ അവള് പിന്നെ അങ്ങനെ ചെയ്യും. ഓ, അത് ശരി. കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളെല്ലാം കേൾക്കുന്ന്. ഇനി എന്തായാലും സ്റ്റാർട്ട് ആവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദൈവത്തിനാണ് എനിക്ക് അറിയില്ല. ഞാൻ ഇവളെ വിശ്വസിച്ച് ഇന്ന് പ്ലാൻ ബിയെ പറ്റി ആലോചിച്ചത് പോലുമില്ല. പക്ഷെ ഇവളാണെങ്കിലോ ഓരോരോ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആലോചിക്കണ്ട, എന്റെ അടുത്ത് പ്ലാൻ ബി ഉണ്ട്. ഞാൻ ഓട്ടോയിൽ ഡ്രോപ്പ് ചെയ്യാം. സൂപ്പർ. ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന് എന്റെ അടുത്ത് പ്ലാൻ സിയും ഉണ്ട്. നിങ്ങളുടെ വർക്കൗട്ട് കഴിയുന്നത് വരെ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. സത്യമായിട്ടും? സത്യമായിട്ടും. വേണ്ട വീട്, നിങ്ങൾ ഇന്നെങ്കിലും കുറച്ച് ഉറങ്ങിക്കോ. റാണിയെ കുറച്ച് സോപ്പിട്ട് കഴിഞ്ഞാ അവള് സ്റ്റാർട്ട് ആയിക്കോളും. ഞാൻ തന്നെ പൊക്കോളാം. കുഴപ്പമില്ല, കൂടുതൽ ഉറങ്ങിയാൽ മടിയനാകും. നിക്ക്, യൂണിഫോം ഇട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഇത്ര നേരത്തെ എണീറ്റോ? വേദാന്ത്, ഇന്ന് തൊട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. പൂജകളൊക്കെ ചെയ്യാനുണ്ട്, ഹൽദിയുടെ ചടങ്ങുകൾ ചെയ്യാനുണ്ട്. നിനക്ക് കോഫി എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ, ഞാൻ വർക്കൗട്ടിന് പോവാ. വേദാന്ത്, നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും ഇതേ കാര്യം പറഞ്ഞു എന്ന് കരുതി നീ വിഷമിക്കൊന്നും ചെയ്യരുത്. നീ നിന്റെ കുറച്ച് ടൈം സാഹിത്യയോടുകൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിനക്ക് ഉപയോഗിച്ചൂടെ? അമ്മയുടെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോനോ, ഉറപ്പായിട്ടും ഉണ്ട്. കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് എത്രയും മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അത് പിന്നെ മനസ്സിലാവും. അവളെ നിന്റെ അടുത്തൊന്ന് മാറ്റി നിർത്താൻ ഒരു കാരണവുമില്ല. നീ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇന്നും കുറച്ച് സമയം നീ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ നോക്ക് മോനെ. ശരി അമ്മേ. എല്ലാവരുടെയും കണ്ണിൽ നീ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. വീട്, ഓഫീസ്, റിലേഷൻഷിപ്പ് എല്ലാം നിന്റെ കൺട്രോളിൽ കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഞാനല്ലേ. ഇത്രയും ദിവസം നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടത് തന്നെ തെറ്റായിപ്പോയി. പക്ഷേ വീണ്ടും സുഹാസിനി പറയുന്ന താളത്തിന് തുള്ളുന്ന വേദാന്തായിരിക്കണം നീ. ഇല്ലെങ്കിൽ അത് ഞാൻ ആക്കിയെടുക്കും. ഇത്രയും ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഇനി മുതൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലേ. ഒന്നും മിസ്സാവില്ലേ. താങ്ക്സ് ധ്രുവ. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നേ? അല്ല, ഞാനിതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കും. അത്ര സമയം നിങ്ങൾ എന്ത് ചെയ്യും? കാക്കനാട് പോകുന്ന എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഈ വഴിക്കാ പോകാറ്. അതുമല്ലാതെ സ്റ്റോപ്പും ഉണ്ട് ഇവിടെ. അതിൽ വരുന്ന ആർക്കെങ്കിലും ഓട്ടോ വേണമെങ്കിൽ എനിക്ക് ആദ്യം ഓട്ടോവും കിട്ടും. അതുകൊണ്ടാ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി വന്നത്. ടൈം പാസ് ആകും. നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ തന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ഒരു താങ്ക്സും കൂടി. രാവിലെ തന്നെ ഇത്ര ആൾക്കാരൊക്കെ ജിമ്മിൽ വരാറുണ്ടോ? ഇവരെയൊക്കെ കാണുമ്പോ വണ്ണം വെക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. ഹായ്, മേ ഹെൽപ്പ് യു? ഞാൻ അമൂല്യ. ഇന്ന് തൊട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, അതാണോ? രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ ഫിൽ ചെയ്തായിരുന്നു? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഓ, ആണോ? ആദ്യം നമുക്ക് വാം അപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നീട് ഞാൻ വർക്കൗട്ട് ഷെഡ്യൂൾ ഒക്കെ ഇട്ടുതരാം.
ആ സമയത്തിനുള്ളിൽ ഞാൻ രജിസ്ട്രേഷൻ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ശരി, ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയാ. നോ പ്രോബ്ലം. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. വരൂ, ഞാൻ ലേഡീസ് ട്രെയിനറെ പരിചയപ്പെടുത്തി തരാം. ശരി, താങ്ക് യു. വരും. ഏയ് അമീർ, മാനസ് എന്തേ? മാനസ് ഇന്ന് ലീവാണല്ലോ. ഓ, ന്യൂ കമ്മർക്ക് മാനസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്യിക്കട്ടെ നിങ്ങളെ. ആയിക്കോട്ടെ. ഓ, ലെറ്റ്സ് ഡു ഇറ്റ്. കം ഓൺ. ആരതി, എന്തോ മോളെ കാണിക്കുന്നേ? നിന്റെ കല്യാണം ഇങ്ങ് അടുത്ത് വരികയില്ല, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? അയ്യോ, വീട്ടിലെ ജോലി ചെയ്യുന്ന എന്താ അമ്മേ തെറ്റ്? ആ ശരി, വീട് നീ പോയി പെട്ടെന്ന് റെഡിയാവ്. ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് പോവാം. മോളെ നീ പോ പെട്ടെന്നാട്ട് വേഗം ഒന്ന് റെഡിയാവ്. ഞാനൊന്നും പറയാതെ എല്ലാ ജോലികളും അവള് മനസ്സിലാക്കി തന്നെ ചെയ്യും. എന്റെ പുറകേന്ന് അവള് മാറില്ല. 3 നേരവും അമ്മ അമ്മ എന്നും പറഞ്ഞ് വിളിച്ച് എന്റെ പുറകെ തന്നെ അവളുണ്ടാവും. ഇവള് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് എന്റെ അവസ്ഥ എന്താവോ എന്തോ. ഇതിനേക്കാളും ചെറുതൊന്നുമില്ലേ? ഇതിനേക്കാൾ ചെറുത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ ചപ്പാത്തി പരത്തുന്ന കോലില്ലേ, അതെടുത്ത് മസിലിന് ചെയ്യണമായിരുന്നു. പിന്നെ ജിമ്മിലോട്ട് എന്തിനാ വന്നത്? സാർ വളരെ സ്ട്രിക്റ്റ് ആണെന്നാ തോന്നുന്നേ. ആദ്യത്തെ ദിവസം തന്നെ ഷേപ്പ് ഔട്ട് ആവണ്ട, പറയുന്നതൊക്കെ തന്നെ ചെയ്യാം. ആ, അതെടുത്ത് മാറ്റി. ഇനി 5 kg ഡമ്പൽ എടുക്ക്. 5 kgയോ? 2 kg മതിയാവില്ലേ? ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വന്നതല്ല, കൂട്ടാൻ വന്നതാ. ട്രെയിനർ ഞാനാണോ അതോ നീയാണോ? എടുക്ക് വേഗം. ഫാസ്റ്റ് ഫാസ്റ്റ്. Come on up. Yes. Oh. Yes up. Yes, 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 yes. Come on. Don't give up. Come on up. Yes. Get. Yes. Good. One more. Come on up. Great. എനിക്ക് കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. പോകെ എങ്ങനെ ബിൽഡർ ആവുമെന്ന് വെച്ചാ ഒരു കൈ കൊണ്ട് തന്നെ വെയിറ്റ് എടുത്ത് എറിഞ്ഞു കളയുന്ന കണക്കിനാവും. ഇനി എറിഞ്ഞു കളഞ്ഞ ഫൈൻ ഇടും. വായനാക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ നോക്ക്. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത്. നടക്കങ്ങോട്ട്. പ്രമീള ചേച്ചി. സുജാതയാണോ? നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു എനിക്ക്. അല്ല പ്രമീള ചേച്ചി, നിങ്ങളുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നത് അറിഞ്ഞതേ ഇല്ല. അതിഥിയോ? ഇവിടെ ആരും വന്നില്ലല്ലോ സുജാതെ. അതെ ചേച്ചി, ആ ഓട്ടോ ഓടിക്കുന്ന പയ്യനല്ലേ, അവനെ പറ്റി തന്നെയാ ചോദിച്ചത്. ഓ, കണ്ണന്റെ കാര്യമാണോ നീ ചോദിച്ചേ? അവൻ ഈ വീട്ടിലെ അതിഥിയൊന്നുമല്ല, എന്റെ മോനെ പോലെ തന്നെ അവനും. അതെയോ? ഫാമിലി ഫ്രണ്ടിന്റെ മകനാണോ? അത് വലിയൊരു കഥയാ. അവനൊരു അനാഥനാ. ജനിപ്പിച്ചവർ ഉണ്ടോന്ന് പോലും അവനറിയില്ല. തൽക്കാലം ഇപ്പൊ അവൻ ഇവിടെയാ ഉള്ളേ. നമ്മളാണ് അവന്റെ എല്ലാം. അല്ല പ്രമീള ചേച്ചി, 4 പെൺകുട്ടികളുള്ള വീട്ടിൽ ഒരു പയ്യനെ താമസിപ്പിക്കുന്നുണ്ടല്ലോ, എന്താ ചേച്ചി ഇതൊക്കെ? എനിക്കും ആദ്യം അങ്ങനെ തന്നെയാ തോന്നിയത്. പക്ഷെ കണ്ണം വളരെ നല്ലൊരു പയ്യനാ. ഇപ്പോൾ അവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ സുജാത എനിക്ക്. ശരിക്കും നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അടുത്ത വീട്ടിലെങ്ങാനും വാടകയ്ക്ക് ബാച്ചിലേഴ്സ് വന്നാ പോലും എനിക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പരിചയമില്ലാത്ത ആളെയാണോ വീട്ടിൽ താമസിപ്പിക്കുന്നത്? ടിവിയിൽ വരുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ പ്രമീള ചേച്ചി? ഒടുക്ക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ? നിങ്ങളുടെ മക്കളിൽ ഒരാൾ കൂടെ ഓടിപ്പോയാലോ? എനിക്ക് എന്റെ മക്കളെ പറ്റി നന്നായിട്ട് അറിയാം. ഇപ്പൊ അവനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. 2 പേരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തോ നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞതാ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ.
Yes, last time. Yes, very good. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ലെന്ന് മാത്രം പറയല്ലേ. ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നോട് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറഞ്ഞാൽ പോലെ എന്നെ കൊണ്ട് പറ്റില്ല. താഴെ വീഴിഞ്ഞാൻ. ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഇങ്ങനെ തന്നെ തോന്നാറുള്ളേ. ഇനി പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്ക്, എല്ലാം അങ്ങ് സെറ്റ് ആയിക്കോളുന്നേ. എന്തായാലും ലേഡി ട്രെയിനർ തന്നെ വേണമെന്ന് വാശി പിടിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്ത കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തീർക്കായിരുന്നു. ഹായ് വേദാന്ത്. ഹലോ. വരൂ. യാ. ട്രെയിനർ പറഞ്ഞെന്ന് കരുതി കണ്ടതൊക്കെ അങ്ങ് ചെയ്യുവാണല്ലോ. ഇനി എന്ത് ചെയ്യാനാ? 10 മിനിറ്റ് മുമ്പേ പോകേണ്ട കാര്യം ഓർക്കേണ്ടതായിരുന്നു. എത്ര ഷാർപ്പാണെന്ന് നോക്ക്. 7 മണി എന്ന് പറഞ്ഞപ്പോ 7 മണിക്ക് വന്നു. ആരോ തലക്കടിച്ച് എഴുന്നേപ്പിച്ച് വിട്ടതാണെന്ന് തോന്നുന്നു. എന്തൊരു ടൈമിംഗ് അവന്റെ. അവനെങ്ങാനും ഇപ്പൊ എന്നെ കണ്ടായിരുന്നെങ്കിലോ. ഈ ജന്മത്തിലെ നീ എന്തായാലും ശരിയാവാൻ പോകുന്നില്ല. അവൻ കാണാതെ ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആവാന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്ക്. എവിടെ പോയാലും നീ എന്റെ കൂടെ ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് നീ തന്നെ ഇപ്പൊ എന്നെ രക്ഷിച്ചേ പറ്റൂ. ഒരു സേഫ് ആയിട്ടുള്ള വഴി കാണിച്ചാ ദൈവമേ. ഇല്ലെങ്കിൽ ഹെവി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാൻ പോകുന്നേ. എന്റെ ഇമേജ് മൊത്തം പോവും. അല്ല, അവൻ എന്നെ കണ്ടു കഴിഞ്ഞാ ഞാൻ അവന്റെ പുറകെ തന്നെ ചുറ്റുവാണ്. എല്ലായിടത്തും ഫോളോ ചെയ്യുവാണെന്ന് വിചാരിക്കില്ലേ അവൻ? ശരിക്കും പറയുവാണെങ്കിൽ ലവിൽ എപ്പോഴും പിന്നാലെ നടക്കുന്നത് എപ്പോഴും ആണുങ്ങൾ മാത്രം. സിംഗിൾ ആയിട്ടുള്ള എന്നെ പോലെ ഒരു ബ്യൂട്ടിഫുൾ പെൺകുട്ടി ഒരാണിന്റെ പുറകെ നടക്കുവാണെന്ന് അറിഞ്ഞാ ഏത് ലെവലിൽ എന്റെ ഇമേജ് പോവാൻ പോകുന്നേ. അതുമാത്രല്ല, അവൻ എന്നെ ഈർക്കളിന്ന് വിളിച്ച് 2-ാം ദിവസം ഞാനിവിടെ വന്നു എന്നെങ്ങാനും അറിഞ്ഞ അവൻ ഉറപ്പായിട്ടും ഡൗട്ട് തോന്നും. സീരിയലിലെ ഹീറോയിൻസിന് എല്ലാ സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ വരുന്നത് പോലെയാണല്ലോ ഓരോരോ പ്രശ്നങ്ങള് എന്റെ പുറകെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ധർമ്മസങ്കടം ആർക്കും ഒരിക്കലും വരാൻ പാടില്ല. ഈ വിധി എന്നെ ഒന്ന് രക്ഷിക്ക് ദൈവമേ. നീ ഇത്ര പെട്ടെന്ന് എനിക്ക് റെസ്പോൺസ് തന്നോണ്ട് നീ എന്ന് വെച്ചാ എനിക്ക് ജീവന. എന്റെ ഫേവറേറ്റ് ദൈവം ഇപ്പൊ നീയാ. ഇത് എനിക്ക് കിട്ടിയ നല്ലൊരു അവസരം. ആ കള്ള ചെറുക്കൻ ഫുൾ കോൺസെൻട്രേഷനില് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ എസ്കേപ്പ് ആയ അവൻ എന്തായാലും അറിയില്ല. താങ്ക് യു ദൈവമേ. അമൂല്യല്ലേ അത്?